സാറേ, എൻ്റെ ചോദ്യം ഡയറക്റ്റായിട്ട് അങ്ങ് ചോദിക്കാം. കാരണം നമ്മൾ കുറേ നാളുകളായി നമ്മൾ തന്നെ നിരന്തരം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളിലെയും സംഘർഷങ്ങളാണ്. ലോകത്തെമ്പാടും അത്തരം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇതിനിടയ്ക്ക് അമേരിക്കയിൽ ഇലക്ഷൻ വരുന്ന കാര്യം പോലും അത് പിന്നിലേക്ക് പോയി. എൻ്റെ ചോദ്യം, ഇനി ഒരു മൂന്നാം ലോകം യുദ്ധം ഉണ്ടാകുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അല്ല, ഈ മനുഷ്യന്മാരുടെ സ്വഭാവം അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ നാച്ചുറൽ എന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യൻ ഒരേ തരത്തിലുള്ള അബദ്ധങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സാമ്രാജ്യം വരുന്നു, അത് ശക്തമാവുന്നു. പിന്നെ അവരുടെ ഇടയിൽ അവരിൽ മൂന്നാമത്തെ ജനറേഷൻ തൊട്ട് അത് സുഖലോലുപരാകുന്നു. അപ്പോൾ പുതിയ ശക്തരായിട്ട് വിഭാഗം വരുന്നു, അവരെ കീഴടക്കുന്നു. അങ്ങനെയായിരുന്നു ഇതുവരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, ആധുനിക കാലഘട്ടം ബ്രിട്ടൻ പോലെ വലിയൊരു ശക്തി വന്നു. അവർ ലോക മേധാവിത്വമായിരുന്നു. അങ്ങനെ ഏക മേധാവിത്വത്തിൻ്റെ യുദ്ധം ചെയ്ത് അവസാനം അവരെ അതിൽ പൈസ ഇല്ലാതെ പോയി. ആ സമയത്ത് അമേരിക്ക എന്നുള്ളൊരു ശക്തി എമേർജ് ചെയ്ത് വരുന്നു. അവർ കരക്കി ഇരുന്ന് ഈ കളി മൊത്തം കണ്ടുകൊണ്ടിരുന്നു. അവരെ പൈസ ഉണ്ടായിരുന്നു. ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർ ജർമ്മനിയുടെ ടെക്നോളജിയും ബ്രിട്ടനിലെ ടെക്നോളജിയൊക്കെ വിലക്കും. അവർ വലിയ രാജ്യമാണ്. അവർക്കെതിരെ സോവിയറ്റ് റഷ്യ എന്നുള്ളൊരു ആശയം വന്നു. അവർ ഇതേ രീതി തന്നെ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് അവർ രണ്ടുപേരും ഉപയോഗിച്ച് ജർമ്മൻ ടെക്നോളജിയാണ്. അവർ ശക്തരായി. ശീതയുദ്ധമൊക്കെ പിന്നെ അത് കഴിഞ്ഞ് സോവിയറ്റ് റഷ്യ ഇല്ലാതാക്കി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളാണ്. മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ അമേരിക്കയാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ അവർ ശത്രുക്കളായി. ഇപ്പം ബംഗ്ലാദേശിൽ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അടുത്ത കളി തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ശത്രു ഹിന്ദുവാണ്, ബംഗ്ലാദേശ്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇങ്ങനെയാണിത്. മനുഷ്യർ എത്രമാത്രം ചരിത്രബോധം ഉണ്ടെന്ന് പറഞ്ഞാലും തലമുറകൾക്കപ്പുറത്ത് ഒരേ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മനുഷ്യൻ്റെ നാച്ചുറലാണ്. അരിസ്റ്റോട്ടിന് മുമ്പേ അത് ഒബ്സർവ് ചെയ്തിട്ട് ചരിത്രം പൂർണ്ണമായിട്ട് അതേ രീതിയിലല്ല റിപ്പീറ്റ് ചെയ്യുക. അത് എലിപ്റ്റിക്കല, സ്പൈറലാണ്, ഇങ്ങനെ സ്പ്രിങ് പോലെ പോകും. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാകും. മുമ്പൊക്കെയാണ് ഒരു യുദ്ധം ഉണ്ടാകാൻ പെട്ടെന്ന് നടക്കുകയായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഒരുപാട് ആലോചിച്ച് കൂടുതൽ സ്ട്രാറ്റജൈസ് ചെയ്തിട്ടൊക്കെ യുദ്ധം നടക്കുള്ളൂ. അപ്പോൾ യുദ്ധത്തിനിടയിലുള്ള സമയം, യുദ്ധത്തിൽ കാണിച്ചു കൊടുത്ത അട്രോസിറ്റി, പണ്ട് തലയോട്ടി കൊണ്ട് കുമ്പാരുണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ മധ്യ കാലഘട്ടത്തിലെ സമര രീതി, മംഗോൾസിൻ്റെ ഇടയിലൊക്കെ മംഗോൾസിൻ്റെ രീതിയാണത്. അത് പിന്നെ അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആളുകളെ കൊല്ലുകയാണെങ്കിൽ തന്നെ അധികം വേദനിപ്പിക്കാതെ കൊല്ലുക എന്നുള്ളൊരു പോളിസിയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അല്ല, മരിക്കാനാണ്. രണ്ട് കാര്യമുണ്ട്. മറ്റേ തലയോട്ടി കൊണ്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഈ പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആളുകളെ കൊല്ലും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏറ്റവും കുറച്ച് കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏറ്റവും കുറച്ച് കാഷ്വാലിറ്റീസ് ലിഷാന. പിന്നെ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്. അതാത് രാജ്യത്ത് തന്നെ ആളുകൾ എതിരായി മാറും. ഇപ്പം അമേരിക്കയ്ക്ക് ഇത് സഹിച്ചതാണ് വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ. അതാത് രാജ്യത്തെ ആളുകൾ എതിരായി മാറും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ അതാത് രാജ്യത്തെ ആളുകൾ എതിരായി മാറിക്കഴിഞ്ഞാൽ അതിനടിച്ചമർത്തുക എന്നുള്ള പണ്ടത്തെ പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ഒരേ കാര്യം ആവർത്തിക്കുമ്പോഴും ചെറിയ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ബേസിക്കലി ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോഴത്തെ ലോകത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാമുവൽ ഹണ്ടിങ്ടൺ പറഞ്ഞ പോലെ ഒരു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ്റെ തലത്തിലേക്കാണ് പോകുന്നത്. അതായത് ലോകത്തെ മതപരമായ എത്നിക്കായിട്ടുള്ള വംശീയമായ അസ്തിത്വത്തിനകത്ത് ലോക രാജ്യങ്ങൾ, നാഷണൽ സ്റ്റേറ്റുകൾ ആ രീതിയിൽ രൂപം കൊണ്ടുവരികയും അവരവസാനം ലോക മേധാവിത്വത്തിന് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവുകയും ഈ ഫൈറ്റിൻ്റെ അവസാനം വെസ്റ്റേൺ കൺട്രീസ് അധികാരം നേടും. ക്രിസ്ത്യൻ വെസ്റ്റേൺ കൺട്രീസ് അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായൊരു വെസ്റ്റേൺ അധികാര കേന്ദ്രീകരണത്തിലേക്ക് ആ രീതിയിൽ പോകുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ എമേർജ് ചെയ്ത് വരും, ചൈന എമേർജ് ചെയ്ത് വരും. അതൊരു ബൈപ്പോളർ ആവാൻ തന്നെയാണ് സാധ്യത. പക്ഷെ ഒരു യുദ്ധത്തിനുള്ള ഒരു മണമുണ്ട്. ആ മണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദമാണ്. ഇസ്ലാമിക ഭീകരവാദം അമേരിക്കയുടെ സൃഷ്ടിയാണ്. പക്ഷെ അമേരിക്കയ്ക്ക് ഇനി ഫിനിഷ് ചെയ്യേണ്ട ഈ സാധനത്തെയാണ്. ഈ സാധനത്തെ അവർക്ക് ഫിനിഷ് ചെയ്യണം. ഇസ്ലാമിക ഭീകരവാദം അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കനെയും ഫിനിഷ് ചെയ്യണം. അപ്പം അതാണ് സംഭവം. അപ്പോൾ അതെന്തുകൊണ്ട് ആ രീതിയിൽ ഓപ്പൺ ഫൈറ്റിലേക്ക് വരുന്നില്ല എന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പവറായിട്ടുള്ള പാകിസ്ഥാൻ ന്യൂക്ലിയർ പവറാണ്. പാകിസ്ഥാൻ ഈസ് വിത്ത് അമേരിക്ക. അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ന്യൂക്ലിയർ പവർ അമേരിക്ക മാത്രമേ, അല്ലെങ്കിൽ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. അനേത പവറാണ് ഈ എർദഗോണിൻ്റെ തുർക്കി പക്ഷേ നാറ്റോയിൽ അംഗമാണ്. ഇറാനാണ് ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നത്. അപ്പം ഒരു ശക്തമായ രാജ്യം. പിന്നെ ഇറാഖിനെ അവർ നശിപ്പിക്കുകയാണ്. സൗദി, ഖത്തറൊക്കെ ഇവരുടെ അമേരിക്കയുടെ പ്രോക്സി സ്റ്റേറ്റുകളാണ്. അപ്പം ഒരു ഇസ്ലാമിക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഇപ്പം നടക്കുന്നുണ്ട്.
അതിൻ്റെ ഒരു ബാക്ക് ബോൺ ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഹസീനയുടെ വിഷയം അതായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ വരെയുള്ള നമ്മുടെ ആളുകളെ പ്രതികരണം എടുത്ത് നോക്കുമ്പോൾ ഈ ഇസ്ലാമിക് ഐക്യം ഉണ്ടാക്കാൻ നോക്കുന്നത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന ഈജിപ്ഷ്യൻ സംഘടനയും അതുമായിട്ട് ഐഡിയോളജിക്കലി വളരെയധികം ചേർന്ന് നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഖത്തർ റോയൽ ഫാമിലി ആണെങ്കിൽ ഇവരിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട്. ഖത്തർ റോയൽ ഫാമിലിയെ പണം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അജണ്ട നടക്കുന്നത്. എർഡോഗനും ഇറാനും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു പക്ഷേ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഇറാനിലേക്ക് പാകിസ്ഥാനിൽ പോകാൻ സാധ്യതയുണ്ട്, ടർക്കിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ പൊലിഫറേഷൻ വരും. ഈ ന്യൂക്ലിയർ പൊലിഫറേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അമേരിക്കനെയും ഇസ്രായേലിനെയൊക്കെ ഇവർ പേടിക്കുന്ന എന്തുകൊണ്ടാണ് വെച്ചാൽ ഇവരുടെ ശക്തമായ ന്യൂക്ലിയർ ആയുധങ്ങളുള്ളതുകൊണ്ട്. ഇവരുടെ കയ്യിൽ അതില്ല, പാകിസ്ഥാൻ്റെ കയ്യിലേ ഉള്ളൂ. പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെങ്കിൽ പോലും ന്യൂക്ലിയർ വെപ്പൺസിനെ അവർ സോഫ ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിലിറ്ററിയുടെ കയ്യിലാണ് ഇതിൻ്റെ പവർ കിടക്കുന്നുള്ളതുകൊണ്ട്, അമേരിക്കയ്ക്ക് സ്വാധീനം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എന്തെങ്കിലും നാളെ ഇപ്പം ഈ പറയുന്ന മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള നരേഷനൊക്കെ കേട്ട് വളർന്നെടുത്താൽ നാളെ മിലിറ്ററി ജനറലോ അവിടുത്തെ പ്രസിഡന്റോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രാന്തം ചിലപ്പോൾ ഈ സാധനം എടുത്ത് കൊടുക്കും. അതിൽ ആദ്യം ഉപയോഗിക്കല്ലേ, കൊടുക്കുകയാണ്. ഇപ്പം ഏതാണ്ട് 100ഓളം ഫോർമുലകളുണ്ട് അവരുടെ കയ്യിൽ. ഈ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കിയെടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഉണ്ടാക്കിയത് അപ്പം പോലെ മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ചാൽ പോരെ. ഇനി അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സബ്മറൈനിലോ ഒക്കെ കയറ്റിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ച് പൊട്ടിച്ചാൽ പോരെ. പൊട്ടിച്ചതിന് ശേഷമല്ലേ ലോകം അറിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു എപ്പോക്കാലിപ്സോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ന്യൂക്ലിയർ കാറ്റസ്ട്രോഫി വരും. അമേരിക്ക തിരിച്ചടിക്കും. അമേരിക്ക ഒരു കാരണം കിട്ടാൻ കാത്തിക്കാണ് ഒരു ന്യൂക്ലിയർ ആയിട്ട് ആയുധം പ്രയോഗിക്കാൻ വേണ്ടി. അവർ പല സാധനങ്ങളും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യനെ ഇവിടെ പ്രയോഗിക്കാൻ പറ്റില്ല ന്യൂക്ലിയർ ആയുധങ്ങൾ. അപ്പോൾ സാധാരണ ഇറാഖ് പോലെ യുദ്ധത്തിൽ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ഫലം ഉണ്ടാവും. അവിടെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ അവർ കാരണം നോക്കി അവർ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോയെങ്കിൽ അതോടുകൂടി മുസ്ലിം രാജ്യങ്ങളുടെ കാര്യങ്ങൾ തീരും. പിന്നെ ആ രാജ്യങ്ങൾ ആരായും കിട്ടിയിട്ട് കാര്യം വേസ്റ്റാണ്, ന്യൂക്ലിയർ വേസ്റ്റാനായി മാറും. പക്ഷെ ഇങ്ങനെ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ലോകം പേടിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മൂന്നാമതൊരു ലോകം മഹായുദ്ധം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശേഷം ലോകത്താകപ്പാടെ കുറച്ച് കല്ലും മണ്ണും പാറ്റകൾ ന്യൂക്ലിയർ വാങ്ങാൻ അതിജീവിക്കും, മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ഈ പേടിയുള്ളതുകൊണ്ടാണ് ഇവർ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ പറഞ്ഞാൽ നാളെ പാകിസ്ഥാനിലെ ഒരു ഇസ്ലാമിക് ബ്രദർഹുഡ് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമല്ല. പാകിസ്ഥാൻ നമ്മൾ എടുത്തു പോയാൽ കാരണം ദേഹാവ് ന്യൂക്ലിയർ വെപ്പാണ്. ഇതേസം ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ കേന്ദ്രമാണ് ഈ ഈജിപ്റ്റ് അവർ വളരെ സ്ട്രോങ് ആണ്. അവിടുത്തെ RSS വളരെ സ്ട്രോങ് ആണ് അവരവിടെ. അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. മുഹമ്മദ് മോസിനെ അവർ അധികാരത്ത് അവർ ഇപ്പോൾ ഇലക്ഷൻ നടത്തി അവരെ ജയിക്കുള്ളൂ അവിടെ. അപ്പം അവരവിടെ വന്നു. അവർക്ക് നല്ല മിസൈൽസും ഫൈറ്റർ പ്ലെയിൻസും ഒക്കെ ഉണ്ട്, തുർക്കിക്കുണ്ട്. ഇതൊക്കെ ഘടിപ്പിച്ചാൽ മതി. ന്യൂക്ലിയർ ബോംബ് മാത്രമല്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ അടുത്തത് കുരിശ് യുദ്ധത്തിൻ്റെ അടുത്ത സ്റ്റേജ് തുടങ്ങും ഇവിടെ. പക്ഷെ പോകാത്തതുകൊണ്ടാണ്. പിന്നെ ലോകത്താരും ബാക്കി ഉണ്ടാവില്ല. എല്ലാവരും ഈ പറയുന്നതിൻ്റെ മാതിരി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലോ. ആ ഉയർത്തെഴുന്നേൽപ്പ് അത് കിടക്കേണ്ടി വരും ഭസ്മായിട്ട്. ഈ പലപ്പോഴും നമ്മൾ ഈ രണ്ട് ലോകയുദ്ധങ്ങളിലും കണ്ടത് പല രാജ്യങ്ങളും തുടക്കത്തിൽ യുദ്ധം ചെയ്തിരുന്ന രാജ്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി നിന്ന രാജ്യങ്ങൾക്ക് പിന്നീട് ഇതിനകത്ത് വന്ന് ചേരേണ്ടി വന്നു. അല്ല അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ അങ്ങനെ ഒരു സാധ്യത ഇങ്ങനെ പല രാജ്യങ്ങളും മാറി അങ്ങനെ മുമ്പ് മാറുന്നില്ല. സ്വിറ്റ്സർലാൻഡ് മറ്റും അങ്ങനെ മാറുന്നില്ലല്ലോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവർ മാറുന്നിട്ടുണ്ട്. നിഷ്പക്ഷ ബെൽജിയം മാറുന്നിട്ടുണ്ട്. പക്ഷേ അത് അവരതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് രാജ്യം അല്ലാത്തതുകൊണ്ടാണ്. ബാക്കി പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പങ്കെടുത്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാകുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യനെ കയറി ആക്രമിക്കും, ഇസ്രായേലിനെ കയറിയിട്ട് ഇറാൻ ആക്രമിക്കും. ഇല്ല, ഇവരാദ്യം ആക്രമിക്കും, പിന്നെ തിരിച്ചടിക്കും. ഇസ്രായേലിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇവരെല്ലാം പഠിച്ചു വെച്ചോണ്ടിരിക്കും. എനിക്കൊന്ന് ആ സമയങ്ങളിൽ യൂറോപ്പ് ആയിരുന്നു ഈ യുദ്ധത്തിന്റെ പ്രഭാവം. ഇന്ന് നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു ദേശീയ വികാരത്തിന്റെ അതിതീവ്രത അവിടെ ഉണ്ടായിരുന്നു. അത് രണ്ട് ലോക മഹായുദ്ധങ്ങളോടാണ് തീർന്നു കിട്ടിയത്. ആ തീർന്നു കിട്ടിയതോടെ അവർക്ക് മനസ്സിൽ ഇതിലൊന്നും കാര്യം. അതുകൊണ്ടാണ് അവർ ഇന്നത്തെ പോലെ പാവത്താന്മാർ നമ്മളീ മണ്ടത്തരം കാണിക്കുമ്പോൾ അവരിങ്ങനെ നോക്കി ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. നമ്മൾ ആ ഘട്ടത്തിലൂടെ മഹാഭാരത യുദ്ധ കാലഘട്ടത്തിൽ കടന്നുപോയി എന്നുള്ള അതൊരു കഥയാണ്, ആ അനുഭവം നമ്മൾ. പക്ഷേ ഈ കഥ വായിച്ച് നമുക്കിത് മനസ്സിലായിട്ടില്ല, നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് സംഭവിക്കുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഇവരിപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ ഇന്ത്യയെ തോന്നിക്കൊണ്ടാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ നമ്മൾ തിരിച്ചടിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇന്ത്യയുടെ മേലും പാകിസ്ഥാൻ്റെ മേലും സാക്ഷ്യം വരും.
അന്നപ്പോൾ ചൈന അവർക്ക് എന്താ ഗുണമെന്ന് നോക്കി ചൈന ഇതിൽ ഇടപെടും, ചിലപ്പം ഉണ്ടാതിരിക്കും. ഇങ്ങനെ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ സാധനം പൊലിഫറേറ്റ് ചെയ്യും. ഈ സാധനം വിൽക്കുക, ഓൾറെഡി അവർ വിൽക്കാൻ നോക്കിയതാണ്, ഇവരത് വിൽക്കും. അങ്ങനെ ഇസ്ലാമിക ഐക്യം ഉണ്ടാവും. ഇവർ ഈ 9/11 പോലെ അമേരിക്കൻ എവിടെയെങ്കിലും അത് പൊട്ടി. ഇതാണ് ഇതിന്റെ പ്രശ്നം. എന്തായാലും നമുക്ക് ഈ ചർച്ച ഇങ്ങനെ നമ്മൾ നടത്തിയെങ്കിലും ഇതിന്റെ കാര്യത്തിലേ ഉള്ളൂ, വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ. പക്ഷെ വരാതിരിക്കാൻ വേണ്ടി ഉത്തരവാദിത്ത ബോധമുള്ള രാജ്യങ്ങളൊക്കെ ശ്രമിക്കും. മനസ്സിലായില്ലേ? അമേരിക്ക ശ്രമിക്കും, ഇന്ത്യ ശ്രമിക്കും, ഒക്കെ ശ്രമിക്കും. പക്ഷേ കയറി തോണ്ടാൻ ഈ പ്രാന്തന്മാർ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അവന്മാർ കയറി തോണ്ടും. അങ്ങനെ തോണ്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ ഇവർക്ക് പിന്നെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. യുദ്ധം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പിന്നെ നമ്മളൊക്കെ ഭസ്മായിരിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.